തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഘടകകക്ഷിയായ CMPക്ക് നൽകുന്നതിലെ എതിർപ്പുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം. CMP ജനറൽ സെക്രട്ടറി CP ജോണിനെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് DCC ഭാരവാഹികൾ അതൃപ്തി അറിയിച്ചത്. ഇത് സംബന്ധിച്ച് 10ഓളം DCC ഭാരവാഹികൾ കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ചു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഘടകകക്ഷിക്ക് നൽകരുതെന്ന് സീറ്റ് CMPക്ക് നൽകരുതെന്ന് 12 മണ്ഡലം പ്രസിഡന്റുമാരും ആവശ്യപ്പെട്ടു. സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയാൽ നിയമം ആവർത്തിക്കുമെന്നും CP ജോണിനെ മത്സരിപ്പിച്ചാൽ രാജിവെക്കുമെന്നും DCC ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഘടകകക്ഷി മത്സരിച്ചാൽ അതിന്റെ നേട്ടം BJPക്കായിരിക്കുമെന്നും കത്തിൽ പറയും. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയാണ് ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. UDFന്റെ ഏറെ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പ്രവർത്തകരിൽ അസംതൃപ്തിക്ക് കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആറന്മുള മണ്ഡലത്തിൽ വേണ്ട എന്ന വാക്യം എഴുതിക്കൊണ്ടാണ് മണ്ഡലത്തിന്റെ കുമ്പഴ, ചെന്നീർക്കര, പത്തനംതിട്ട പ്രസ് ക്ലബ്ബ്, DCC ഓഫീസിന് സമീപം എന്നിവിടങ്ങളിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള UDFനെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലാണ് കോൺഗ്രസിൽ ഉള്ളിൽ തന്നെ പാളയത്തിൽ പട എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ പോസ്റ്റർ പ്രചരണം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCC യോഗത്തിൽ അതിന്റെ അവസാനം ഈ തെരഞ്ഞെടുപ്പുമായി ഈ യോഗത്തിലാണ് ഏറ്റവും കൂടുതൽ വാക്കേറ്റം ഉണ്ടായിട്ടുള്ളത്. അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിലാണ് യോഗത്തിൽ പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള ഒരു തീരുമാനം വരികയും അത് കയ്യേറ്റം വരെയുള്ള ഒരു സംഭവ വികാസത്തിലേക്കാണ് ആ യോഗം അവസാനിച്ചത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആറന്മുള മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള പോസ്റ്റർ പ്രചരണം ശക്തമായത്. ഈ കാര്യങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിരവധി കാലമായി കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ കഴിഞ്ഞ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, തുടർന്ന് യൂത്ത് കോൺഗ്രസിലെത്തി, തുടർന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കഴിഞ്ഞ 5 വർഷം വരെ മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുള്ള ജോർജ് മാമൻ കൊണ്ടൂരായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ അബിൻ വർക്കിയുടെ പേര് പ്രാഥമിക പട്ടികയിൽ വന്നിട്ടുള്ളത്. തുടർന്ന് അതുപോലെ തന്നെ നിരവധി പത്തനംതിട്ടയിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് പഴകുളം മധുവുണ്ട്. തുടർന്ന് അതുപോലെ തന്നെ നഗരസഭയുടെ മുൻ ചെയർമാനും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P മോഹൻരാജ് ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള റോവിൻ പീറ്റർ, അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തകരുടെ പേരുകൾ പോലും പരിഗണിക്കാതെയാണ് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പട്ടിക, അതായത് അബിൻ വർക്കിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അബിൻ വർക്കിയുടെ പേര് കഴിഞ്ഞ ആഴ്ച പ്രാഥമികമായി പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ സേവ് കോൺഗ്രസ് എന്ന പേരിൽ തന്നെ ഈ പോസ്റ്റർ പതിപ്പിച്ച് കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കാലുവാറൽ ഉറപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ മണ്ഡലത്തെ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പിണറായി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് കാരണമാകും ഈ പോസ്റ്റർ യുദ്ധം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് തിരിച്ചടി. കേഡർ തസ്തികകളിൽ IASകാരെ മാത്രമേ നിയമിക്കാവൂ എന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. 2014 കേഡർ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന ട്രിബ്യൂണൽ ഉത്തരവിട്ടു. മറ്റുള്ളവരെ കേഡർ തസ്തികകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും CAT നിർദ്ദേശിച്ചു.